ഡൽഹിയുടെ ഏറ്റവും തന്ത്രപ്രധാനവും അതുപോലെ തിരക്കേറിയതുമായ ഒരു പ്രദേശമാണ് ഈ ചെങ്കോട്ടയുടെ പരിസരം. ഈ ചാന്ദിനി ചൗക്ക് എന്നുള്ള ഏറ്റവും തിരക്കേറിയ മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ തീവ്രവാദികൾ സ്ഫോടനത്തിലെത്തിയത് എന്നുള്ളത് ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായി. ഇന്നലെ 6:52 ഈ കാറിൽ സ്ഫോടനം ഉണ്ടായത്. അടുത്തുള്ള കാറിലേക്കൊക്കെ തീ പടർന്ന് 9 പേരുടെ മരണത്തിന് ഇത് കാരണമായി. നിരവധി ആളുകൾക്ക് അപ്പോൾ തന്നെ പരിക്കേറ്റിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചില മരണങ്ങൾ ഉണ്ടായി. നമ്മൾ ഇന്നലെ രാത്രി 7 മണിക്ക് പതിവ് പോലെ ആഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഈ വാർത്ത, ഈ അതിഭീകരമായ വാർത്ത നമ്മളെ തേടി വന്നത്. പകച്ചുപോയ ആഷ്മി താജ് ഇബ്രാഹിമിന്റെ ആ നിമിഷത്തിലേക്ക്. ഒറ്റ മിനിറ്റ്. ഡൽഹിയിൽ ചെങ്കോട്ടക്കടുത്ത് കാറിൽ സ്ഫോടനം എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. സംഭവ സ്ഥലത്ത് ഡൽഹി പോലീസ് പരിശോധന നടത്തുകയാണ്. നമുക്ക് ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇതിനുശേഷം നമ്മൾ നിരന്തരമായി ഈ വാർത്ത സംപ്രേഷണം ചെയ്തു. രാജ്യം മുഴുവൻ പകച്ചുപോയ ഒരു നിമിഷത്തിലായിരുന്നു ഈ എൻകൗണ്ടർ അവസാനിപ്പിച്ച് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയത്. എന്നാലും സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഡൽഹിയിൽ നടക്കുകയാണ്. രാജ്യത്തെങ്ങും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലും പരിശോധന ഉണ്ടായി. പാർക്കിംഗ് സ്റ്റേഷനുകൾ, അതുപോലെ ആശുപത്രികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കണം. 112 112 എന്ന നമ്പർ പോലീസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 112ലേക്ക് വിളിച്ച് വിവരം അറിയിക്കണം. നമുക്കും സുരക്ഷാ ഏജൻസികൾ പോലെ ഒരു അത്യാഹിതം സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. എന്തെങ്കിലും സംശയകരമായി കണ്ടാൽ പോലീസിനെ അറിയിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഒരു കാരണവശാലും നമ്മൾ ഈ വേണ്ടാത്ത വ്യാജ വാർത്തകളൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല. ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ കർക്കശമായ നടപടിയെടുക്കുമെന്ന് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ചിത്രം ഈ ഹ്യുണ്ടായി വണ്ടിയാണ് അപകടമല്ല, ശരിക്കും ഒരു തീവ്രവാദ സ്ഫോടനം തന്നെയാണ് ഉണ്ടാക്കിയത്. ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആക്സിഡൻ്റ് അപകടം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു അപകടമാണെന്നുള്ള എല്ലാ സ്ഫോടനങ്ങളും ഒരു രീതിയിൽ ഒരു അപകടം തന്നെയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. എന്നാൽ തീരുമാനിച്ചെത്തിയ ഈ വൈറ്റ് കോളർ തീവ്രവാദ സ്വഭാവമുള്ള ചില ആളുകളാണ് ഈ ചെങ്കോട്ടയിൽ അപകടമുണ്ടാക്കിയത്, സ്ഫോടനമുണ്ടാക്കിയത് എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ കൊലപാതകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുമില്ല, എനിക്കെന്നല്ല ഒരു മാധ്യമപ്രവർത്തനവും ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും. മാത്രമല്ല ദൈവത്തിലെത്താൻ വേണ്ടി ദൈവവഴിയിൽ സഞ്ചരിക്കുന്ന തീവ്രവാദികളാണെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ തന്നെ മനുഷ്യജീവനെ പച്ചയ്ക്ക് കൊലപ്പെടുത്തും എന്നുള്ളത് നമ്മളെ വല്ലാതെ അലട്ടുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ദൈവകാരുണ്യം ലഭിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകുന്നു. ഇപ്പോൾ പരിശോധന ഡൽഹിയിൽ നടക്കുകയാണ്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ബൽറാം നെടുങ്ങാടി വിശദമായി ചേരുന്നു. ഫോറൻസിക് സംഘം ഇപ്പോഴും അവിടെ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ധനവും ഡിറ്റനേറ്ററുകളും ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയത്. അമോണിയം നൈട്രേറ്റിൻ്റെ സാന്നിധ്യം അവിടെ കണ്ടെത്തിയെന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ബൽറാം വിവരങ്ങൾ? SKN ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പരിശോധനകൾ നടത്തുകയാണ് ഫോറൻസിക് സംഘം. ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്നും ഇടത്തുനിന്നും ഏതാണ്ട് 300 മീറ്ററിലധികം ദൂരത്തേക്ക് പോലും ഈ സ്ഫോടനത്തിൻ്റെ ഈ കാറിൻ്റെ അവശിഷ്ടങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഇവിടെ നിന്നും കുറേ അവശിഷ്ടങ്ങൾ, അത് ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് ഏതാണ്ട് 250 മീറ്ററോളം അകലെ നിന്നാണ് സ്റ്റിയറിംഗിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ പ്രദേശത്തെല്ലാം തന്നെ തെറിച്ചിട്ടുണ്ട്. പലയിടത്തായി ചെറിയ ചീളുകളായി തെറിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് 300 മീറ്റർ അകലെ ആ ഒരു സിഗ്നൽ, ഇപ്പോൾ അതിൽ ഗ്രീൻ സിഗ്നൽ കത്തി നിൽക്കുകയാണ്. അവിടെയാണ് സ്ഫോടനം ഉണ്ടായത്. അതിന് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങോട്ട് പോകുന്ന ദിശയിലാണ്. തിരികെ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലയിലേക്ക് വരുന്ന ദിശയിലായിരുന്നു ആ വാഹനം പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിൽ, ഉഗ്രശേഷിയുള്ള സ്ഫോടനത്തിൽ 300 മീറ്ററിലധികം ദൂരത്തേക്ക് പോലും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ചിട്ടുണ്ട്. ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അവ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനമായും ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ, അത് സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങൾ, ഈ അക്രമികൾ അവർ ഇതിൽ ആരൊക്കെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ, അവരുടെ എല്ലാം വിരൽപ്പാടുകൾ
ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച സാമഗ്രികൾ എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ പതിഞ്ഞിരിക്കാൻ ഇടയുള്ള വാഹനത്തിൻ്റെ ഭാഗങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഫോറൻസിക് സംഘം. ഈ നിലവിൽ ലഭ്യമായിരിക്കുന്ന ആദ്യ സൂചനകൾ അത് അമോണിയം നൈട്രേറ്റ് ൻ്റെ സാന്നിധ്യം ഈ അവശിഷ്ടങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അമോണിയം നൈട്രേറ്റ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഏജൻസികൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ അറസ്റ്റ് ചെയ്ത നടന്ന അറസ്റ്റിൽ അവിടെ നിന്നും കണ്ടെത്തിയത് വലിയ തോതിലുള്ള അമോണിയം നൈട്രേറ്റ് അവശിഷ്ടം തന്നെയായിരുന്നു. സമാനമായി ഇവിടെയും കണ്ടെത്തിയിരിക്കുന്നു. ഇതോടൊപ്പം അമോണിയം നൈട്രേറ്റിനോടൊപ്പം തന്നെ സ്ഫോടനത്തിനായി ഇന്ധനവും ഡിറ്റനേറ്ററുകളും ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. SKN നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ലോഹഭാഗമാണ്, കാറിൻ്റെ ഒരു ലോഹ അവശിഷ്ടമാണ്. സ്ഫോടനത്തിൽ ചിന്നിച്ചിതറി ചെറിയൊരു ചീളായി തെറിച്ചെത്തിയതാണ്. ഏതാണ്ട് 300 മീറ്ററോളം അകലേക്ക്. ഇത്തരത്തിൽ ഈ പരിസരങ്ങളിലെല്ലാം തന്നെ കാറിൻ്റെ വിവിധ ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ എല്ലാം അന്വേഷണ സംഘം ഏജൻസികൾ ശേഖരിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം ഇത്തരം വസ്തുക്കൾ കണ്ടെത്തുന്നതെല്ലാം തന്നെ ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയ്ക്കാണ് സംഘം ഇപ്പോൾ പോയിരിക്കുന്നത്. സ്ഫോടനത്തിന് എന്തായാലും അമോണിയം നൈട്രേറ്റും ഒപ്പം തന്നെ ഇന്ധനവും ഡിറ്റനേറ്ററുകളും ഉപയോഗിച്ചതായാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഫരീദാബാദിലെ അറസ്റ്റും 2900 കിലോ ഈ സ്ഫോടക വസ്തുക്കൾ RDX പിടികൂടിയതുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ട് എന്ന നിഗമനത്തിലോട് കൂടുതൽ അടുക്കുകയാണ്. അതിന് സാധുത നൽകുന്ന ബലം നൽകുന്ന തെളിവുകളാണ് ഇവിടെ നടത്തിയ പരിശോധനയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി സ്ഫോടന സംഘത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു എന്ന കാര്യം അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന ആളാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും ശക്തമായ കാര്യങ്ങൾ എന്ന നിഗമനത്തിലേക്ക് ഏജൻസികൾ ഈ ഒരു എത്തിയിട്ടുണ്ട്. ഇയാൾക്ക് കഴിഞ്ഞ നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.